ഹായ് ഓൾ, വെൽക്കം ടു ട്രിപ്ലി മെഡിസി. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഓപ്പറേഷണൽ ആംപ്ലിഫയർ കോൺഫിഗറേഷൻസ് ആണ്. അപ്പോൾ 3 ബേസിക് കോൺഫിഗറേഷൻസ് ആണ് വോൾട്ടേജ് ആംപ്ലിഫയേഴ്സിന് ഒപ്പാമ്പിൻ്റെ ബേസിസിലുള്ളത്. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആൻഡ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. അതാണ് ഈ 3 ഫിഗേഴ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ഇൻവേർട്ടിംഗ് പോയിന്റിലാണെങ്കിൽ, അതായത് നെഗറ്റീവ് കാണിക്കുന്ന നമുക്ക് 2 ഇൻപുട്ട് പോയിന്റ്സ് ഉണ്ട്. അതിൽ ഇൻപുട്ട് കൊടുക്കുന്നത് ത്രൂ ദ ഇൻപുട്ട് റെസിസ്റ്റൻസ് കൊടുക്കുന്നത് ഇൻവേർട്ടിംഗ് പോയിന്റിലാണെങ്കിൽ, ആ പിന്നിലാണെങ്കിൽ എന്താണ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. അതിൻ്റെ ഫീഡ്ബാക്ക് കൊടുത്തിരിക്കുന്നത് നോക്കൂ. ആ ഒരു ഫീഡ്ബാക്ക് RF എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നത് ഇൻപുട്ടിലേക്ക് എന്ത് കൊടുത്തിരിക്കുന്നു, ഔട്ട്പുട്ടിൽ നിന്ന് കൊടുത്തിരിക്കുകയാണ്. ഇനി അടുത്ത നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആകുമ്പോൾ എന്താണ് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട്, അതിലാണ് എന്ത് കൊടുത്തിരിക്കുന്നത്, ഇൻപുട്ട് കണക്ട് ചെയ്ത് ഇൻപുട്ട് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ബട്ട് ഈ ഒരു ഫീഡ്ബാക്ക് കൊടുത്തിരിക്കുന്നത് എങ്ങോട്ടാണ്, ഈ നെഗറ്റീവിലേക്ക് തന്നെയാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പോസിറ്റീവിൽ നിന്ന് നമ്മൾ ഇൻപുട്ട് കൊടുത്തതെങ്കിൽ, ഇൻപുട്ട് ത്രൂ കൊടുത്തതെങ്കിൽ അത് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. അപ്പോൾ അതിനൊരു പോസിറ്റീവ് വോൾട്ടേജ് ഗെയിൻ ആണ് വരുന്നത്, പോസിറ്റീവ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ പോസിറ്റീവ് വോൾട്ടേജ് ഗെയിൻ ആണ് വരുന്നത്. നമുക്കത് എന്താണെന്ന് നോക്കാം. ഇനി ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണെങ്കിലോ, ഇവിടെ എന്താണ് ഡയഗ്രത്തിൽ തന്നെ ഡിഫറൻസ് വന്നിരിക്കുന്നത്, ഇൻപുട്ട് എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ത്രൂ ഈ ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് പിൻ രണ്ടിലും വന്നിരിക്കുകയാണ്. ഇനി ഈ ഒരു ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ചില സമയത്ത് നമുക്ക് കപ്പാസിറ്റേഴ്സ് ഓഫ് അപ്രോപ്രിയേറ്റ് വാല്യൂ ഈ ഒരു ഇൻപുട്ട് റെസിസ്റ്ററിന് പാരലായിട്ട്, അല്ലെങ്കിൽ ഇൻപുട്ട് റെസിസ്റ്ററിന് സീരീസ് ആയിട്ട് ഒരു കപ്പാസിറ്റേഴ്സും, അതുപോലെ ഫീഡ്ബാക്ക് റെസിസ്റ്ററിന് പാരലായിട്ട് ഒരു കപ്പാസിറ്ററും ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരാറുണ്ട്. അത് എപ്പോഴാണെന്ന് വെച്ചാൽ വെൻ ദ ബാൻഡ്വിഡ്ത്ത് ഓഫ് ദ ആംപ്ലിഫയർ ഗ്രേറ്റ്ലി എക്സീഡ് ദാറ്റ് ഓഫ് ദ സിഗ്നൽ ദാറ്റ് ഈസ് റിക്വയർഡ് ടു ആംപ്ലിഫൈ. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. കാരണം സാധാരണ നമുക്ക് ഈ ഒരു ഒപ്പാമ്പ് ഒരു പർട്ടിക്കുലർ റേഞ്ചിലായിരിക്കും നമുക്ക് ആംപ്ലിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുക. സോ നമുക്ക് ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇതിലും കൂടുതലാണ്. അതായത് നമ്മുടെ ഈ ഒരു ഒപ്പാമ്പിൻ്റെ ബാൻഡ് വിഡ്ത്തിനേക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇങ്ങനെ ചില അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇൻപുട്ടിന് സീരീസ് ആയിട്ട് കപ്പാസിറ്റർ, അതുപോലെ ഔട്ട്പുട്ടിൽ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് റെസിസ്റ്ററിന് എങ്ങനെയാണ് പാരലായിട്ട് ഒരു കപ്പാസിറ്റർ വേണം. അപ്പോൾ ആ ഒരു കണക്ഷൻ എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് വൺ വേർഡായിട്ട് ചോദിക്കുന്നേ ഉള്ളൂ. ആൻഡ് ഇതിൻ്റെ CINൻ്റെയും CFൻ്റെയും വാല്യൂസ് ആർ ചോസൺ സോ ആസ് ടു റോൾ ഓഫ് ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ദ ആംപ്ലിഫയർ അറ്റ് ദ ഡിസൈഡ് ലോവർ ആൻഡ് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി. അപ്പോൾ ഇവിടെ കാണാം, ഈ ഒരു ബാൻഡ് വിത്ത് ഡയഗ്രമാണ് കാണിച്ചിരിക്കുന്നത്, ഫ്രീക്വൻസി റെസ്പോൺസ് കർവ്. അപ്പോൾ ഇതിനകത്ത് വോൾട്ടേജ് ഗെയിനും ഫ്രീക്വൻസിയും ഗെയിനും തമ്മിലുള്ള ഡയഗ്രമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം, ലോവർ കട്ട് ഓഫിനും അപ്പർ കട്ട് ഓഫിനും ഇടയ്ക്കുള്ള ഒരു സ്പേസ് ആണ്. നമ്മൾ ഏറ്റവും മാക്സിമത്തിൽ നിന്ന് ഒരിക്കലും ബാൻഡ് വിഡ്ത്ത് മെഷർ ചെയ്യാറില്ല അല്ലേ. എത്രയാണ് എടുക്കുക, ഇത് മാക്സിമം ആണെങ്കിൽ അതിൽ നിന്നും 0.707, അത് ആ മാക്സിമത്തിൻ്റെ 0.707 വന്നിട്ട് ആ ഒരു ലെവലിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് F2 - F1 ബാൻഡ് വിഡ്ത്ത്. അത് ഓർക്കുക. ഇനി ഈ ഒരു ഹയറിൽ നിന്ന് ഇതിലേക്ക് വരുന്ന ആ ഒരു റോൾ ഓഫ്, അതാണ് ലോ ഫ്രീക്വൻസി റോൾ ഓഫ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു CIN, ഹൈ ഫ്രീക്വൻസി റോൾ ഓഫ് ഡ്യൂ ടു CF. അപ്പോൾ ഈ ഒരു എത്രയാണ് റോൾ ഓഫ് ഫ്രീക്വൻസി വേണ്ടത്, ലോ ഫ്രീക്വൻസിയിലും ഹൈ ഫ്രീക്വൻസിയിലും, ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് നമ്മൾ എന്ത് ഡിസൈഡ് ചെയ്യും, ഈ ഒരു CIN-ഉം CF-ഉം ചൂസ് ചെയ്യും. അങ്ങനെ നമുക്ക് ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. So effect of adding capacitors to modify the frequency response of an operational amplifier. അപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ആൻ ഓപ്പറേഷണൽ ആംപ്ലിഫയർ അല്ലെങ്കിൽ ഒപ്പാമ്പ് ക്യാൻ ബി മോഡിഫൈഡ് ബൈ ആഡിങ് കപ്പാസിറ്റേഴ്സ് എങ്ങനെ ആഡ് ചെയ്യണം, CIN ഇൻ സീരീസ് വിത്ത് RIN, അതായത് ഇൻപുട്ട് റെസിസ്റ്റൻസിന് സീരീസ് ആയിട്ട് ഒരു കപ്പാസിറ്റർ വേണം. അതുപോലെ ഫീഡ്ബാക്ക് റെസിസ്റ്ററിനാണെങ്കിൽ പാരലായിട്ടാണ് വേണ്ടത്. By selecting the appropriate values of the capacitor, frequency response of an inverting operational voltage amplifier may be easily tailored to suit a particular set of requirement. Lower cutoff frequency, it is determined by the value of input capacitance and input resistance RIN. And lower cutoff frequencyയുടെ ഇക്വേഷൻ ഒന്ന് നോക്കുക. ഇത് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ആ റോൾ ഓഫും ഇതും ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത് ഓൾറെഡി പറഞ്ഞതാണ്. സോ ദാറ്റ് lower cutoff frequency is given by F1 equal to
എന്താണ് 1/2π(C(in Rin). 1/2π(C(in Rin). അതിൻ്റെ വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 0.159 ഡിവൈഡഡ് ബൈ C(in Rin). ഈ 1/2πയുടെ വാല്യൂ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ F1 എന്ന് പറയുന്നത് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയാണ്. C(in ഫാരഡിലാണ്, R(in ohmsലാണ്. ഓക്കെ, സോ ആ ഒരു വാല്യൂസ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. 0.159 ഡിവൈഡ് ബൈ C ഇൻപുട്ട് R ഇൻപുട്ട്, ഇതാണ് F1 വരുന്നത്. ഇനി ഇതേ ഇക്വേഷൻ തന്നെ വരുന്നത് ഇപ്പോൾ 0.159 CFRF ഡിവൈഡ് ബൈ CFRF വരുന്നതാണ് എന്ത് വരുന്നത്? F2, അതായത് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി വരുന്നത്. ഓക്കെ, where F2 is the upper cut off frequency in hertz and CF is the farad and RF in ohms. സെയിം തന്നെയാണ്. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇതിനകത്ത് an inverting operational amplifier is to operate according to following specification. വോൾട്ടേജ് ഗെയിൻ എത്രയാണ്? 100. ഇൻപുട്ട് റെസിസ്റ്റൻസ് അറ്റ് മിഡ് ബാൻഡ് 10 kilo ohm. ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി 250, അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി 15 kHz. So devise a circuit to satisfy the above specification using an operational amplifier. ഇപ്പോൾ നമ്മുടെ സർക്യൂട്ട് നമുക്ക് ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഈ പറഞ്ഞ 10 kilo ohm, വോൾട്ടേജ് ഗെയിൻ 100, 250 ആൻഡ് 15 ലോവർ കട്ട് ഓഫും അപ്പർ കട്ട് ഓഫും വെച്ചിട്ട് നമുക്ക് ഡിവൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യണം എന്നാണ് പറയുന്നത്. സോ ദ നോമിനൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എടുക്കുന്ന ഇൻപുട്ട് 10 kilo ohm ആണ് നമ്മുടെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. നോമിനൽ വാല്യൂ ആണ്. ടു ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് RF, നമുക്കിവിടെ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് തന്നിട്ടില്ല. സോ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ട നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു മിഡ് ബാൻഡ് വോൾട്ടേജ് ഗെയിൻ്റെ ഇക്വേഷൻ AV is equal to R2/R1. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ R2 കണ്ടുപിടിക്കും. വേറെ എറേഴ്സ് അതിനകത്ത് ഇല്ല എങ്കിൽ എന്തായിരുന്നു ഉണ്ടാവുന്നത്? ഈ R2/R1 തന്നെയാണ്, അല്ലെങ്കിൽ R2 തന്നെയാണ് എന്ത് വരുന്നത്? RF ആയിട്ട് നമ്മൾ എടുക്കുന്നത്. സോ R2 is equal to നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു AV into R1. അപ്പോൾ 100 kilo ohm എന്ന് പറയും. ഇനി സി ഇൻപുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷൻ ഇട്ട് കൊടുക്കുന്നു. സി ഇൻപുട്ട് വി വിൽ യൂസ് ദ ഫോർമുല ഫോർ ദ ലോ ഫ്രീക്വൻസി കട്ട് ഓഫ്. ഓൾറെഡി നമുക്ക് F1ൻ്റെ ഇക്വേഷൻ ഉണ്ട്, അതിൽ സി ഇൻപുട്ട് ഈക്വൽ ടു എന്നാക്കുന്നു. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സി ഇൻപുട്ട് ഈക്വൽ ടു എത്ര കിട്ടുന്നു? 63 nF കിട്ടി. Finally, to determine the value CF, we will use the formula for the high frequency cutoff. ഇതിൽ നിന്ന് എന്തും കണ്ടുപിടിച്ചു? CFും കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് തന്നിരുന്നില്ലാത്ത വാല്യൂസ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഒരു RF തന്നില്ലായിരുന്നു, അത് കഴിഞ്ഞിട്ട് C ഇൻപുട്ടും CFും കണ്ടുപിടിക്കണമായിരുന്നു അല്ലേ. ഫോർ മോസ്റ്റ് ആപ്ലിക്കേഷൻ ദ നിയറസ്റ്റ് പ്രിഫേർഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് C ഇന്നും CFും വാല്യൂസ് കണ്ടുപിടിച്ചപ്പോൾ 63 nF അതുപോലെ 106 picofarad സാധാരണ നിയറസ്റ്റ് പ്രിഫേർഡ് വാല്യൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ 68 nF ഫോർ C ഇൻപുട്ടും CFിന് എത്രയാണ്? 100 picofarad ആണ്. അതൊന്ന് നോട്ട് ചെയ്യുക. സാധാരണ നിയറസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 68, നമുക്ക് കിട്ടിയത് 63 ആണ്. CF ആണെങ്കിൽ 100 picofarad ആണ്. ഇവിടെ 106 ആണ് കിട്ടിയത്. സോ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ അഡിക്വേറ്റ് ആണ്, വുഡ് ബി പെർഫെക്റ്റ്ലി അഡിക്വേറ്റ് ഫോർ ദ സർക്യൂട്ട്. അപ്പോൾ നമുക്ക് ഓക്കെയാണ്. അല്ലെങ്കിൽ ഈ ഒരു വാല്യൂ ഒന്ന് മനസ്സിൽ കണ്ടുകൊള്ളുക, അല്ലെങ്കിൽ ഇതുപോലെ ചോദ്യം ചോദിച്ചാലും, അതായത് സീനിൻ്റെ ഒരു പ്രിഫേർഡ് വാല്യൂ മോസ്റ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻസിൽ ഇത്രയാണ്, അല്ലെങ്കിൽ CFിൻ്റെ വാല്യൂ ഇത്രയാണെന്നൊന്ന് അറിഞ്ഞിരിക്കുക. ആ സെയിം കാര്യം തന്നെ ഒന്ന് കാണിച്ചിരിക്കുകയാണ് നമ്മുടെ ഡയഗ്രത്തിൽ. നമുക്കറിയാം C(in) നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലെ ബാൻഡ് വിഡ്ത്ത് കൂടുതലായതുകൊണ്ടാണ് നമുക്കിത് ചെയ്യേണ്ടി വന്നത്. ആൻഡ് 63 N അതുപോലെ 63 നാനോ എന്നാണ് കാണിച്ചിരിക്കുന്നത്. നാനോ ഫാരഡും ഇവിടെ 103 picofarad ആണ്. ഇവിടെ 10 kilo ohm ആണ്, ഇത് 100 kilo ohm ആണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം F2 - F1 നമ്മൾ എടുത്താലും നമുക്ക് എത്രയാണ് വാല്യൂ വരുന്നത്? F2 ഈ 15 - 250. ഓക്കെ, അപ്പോൾ ആ F2 - F1 എന്ന് പറഞ്ഞാൽ ബാൻഡ് വിഡ്ത്തിനേക്കാളും കൂടുതലാണ് നമുക്ക് ആംപ്ലിഫൈ ചെയ്യേണ്ട സിഗ്നലിൻ്റെ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രാക്ടിക്കലി ഡിസൈൻ ചെയ്തപ്പോൾ ഈ C(in)ഉം CFും കണ്ടുപിടിച്ചത്. So this has a mid-band voltage gain of 10 over the frequency range 250 Hz മുതൽ 15 kHz വരെ. 250 Hz മുതൽ 15 kHz വരെ നമുക്കത് ഓപ്പറേഷന് കിട്ടി.
അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ഇതിൻ്റെ കുറച്ച് ടോപ്പിക്സും കൂടി ഉള്ളൂ. അപ്പോൾ ആമ്പിൻ്റെ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും കൂടി ചെയ്യാം. അതിനുശേഷം നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതാണ്. താങ്ക് യു.